അപ്പൊ ഗായ്സ് ഞാൻ ഭയങ്കര ത്രില്ലിലാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എപ്പോഴും നമ്മൾ പോകുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ, അറിയുന്ന ആൾക്കാരുടെ കൂടെ. പക്ഷെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്ട്രേഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഓരോരാളെ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് മൊറോക്കോ ഒന്ന് കാണാം. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാൻഡ് സ്റ്റഡി പോയിട്ടാണ് മൂഞ്ചി. അല്ല, മൊത്തത്തിലൊരു ഇതുണ്ട് ഈ ട്രിപ്പിന്. പക്ഷെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഏടംബരെ പോകുന്നു നോക്കണമല്ലോ. ചെക്കിങ് കഴിഞ്ഞ് പോകുമ്പോൾ ഇവരെ കണ്ടു. എനിക്ക് ഉറപ്പാണ് ഇവർ നമ്മളെ ട്രിപ്പിൽ ഇല്ലെന്നില്ല. ഈ പരിചയപ്പെടാന്ന് വിചാരിച്ചിട്ട് സംസാരിക്കാനൊന്നുമില്ല. നേരെ ഫ്ലൈറ്റ് ഡേ ആണെങ്കിൽ സൺറൈസും കണ്ടിട്ട് നേരെ പോയി. ആദ്യം ഓറഞ്ച് കളർ ആണെങ്കിൽ പിന്നെ വെള്ള കളറായി. കുറച്ചുമ്പത്തേക്ക് കളറേ ഇല്ലാണ്ടായി. പിന്നെ ഫ്ലൈറ്റ് ഇങ്ങനെ കുലുങ്ങുന്നു. യാല്ല പേടിച്ചിന്. ക്യാപ്റ്റൻ പറഞ്ഞ ഒരു കാരണവശാലും മറാക്കേഷിൽ ഇറങ്ങാനില്ല, അടുത്ത എയർപോർട്ട് പിടിക്കാം. അതൊന്നും പറ്റൂല. ട്രിപ്പ് വന്നേ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അഗതീർ എയർപോർട്ടിൽ ഇറങ്ങി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മളെ ടീമിനെ പരിചയപ്പെട്ടു. അങ്ങനെ നേരെ ക്യാഷും മാറ്റി പുറത്തിറങ്ങിയില്ല കേട്ടോ. അഗതീർ എയർപോർട്ടിൽ ഇറങ്ങിയോണ്ട് ഡ്രൈവർക്ക് അടുത്തേക്ക് വരാൻ വീണ്ടും 400 കിലോമീറ്റർ ഓടി. അതുകൊണ്ട് ഒരു 2-3 മണിക്കൂർ ആടിയും പോസ്റ്റ് ആയി. എന്തായാലും സീനില്ല, മൊറോക്കോയിൽ എത്തിയല്ല, അൽഹംദുലില്ലാ. അങ്ങനെ എല്ലാവരും ലഗേജും വണ്ടിയിലേക്ക് കയറ്റി നമ്മളെ ട്രിപ്പ് ഇവിടെ മുതൽ തുടങ്ങാം. സംഭവം എന്താ മനസ്സിലായില്ലേ? സെൽഫ് ഇൻട്രോഡക്ഷൻ. ഫസ്റ്റ് ചെക്കിങ്ങിൽ തന്നെ പോലീസും പിടിച്ചു. ട്രിപ്പ് എന്നാലും പറഞ്ഞു ഇതാണ് മോനെ ട്രിപ്പ്. അബ്ദുൽ ഭായി ഉണ്ടായോണ്ട് പിന്നെ ഒരു പേടിയില്ല. 2 ദിവസം വേറെ ട്രിപ്പ് പോയതിന്റെ ക്ഷീണം തീർക്കാൻ ഇമ്മിച്ചു. മൊറോക്കോനെ പറ്റി പറയാണെങ്കിൽ ചുറ്റിലും മലയെന്ന് മക്കൾ. വണ്ടിയിലേക്ക് കൂടി ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഫുൾ പീസ് ആവും. കാരണം ചുറ്റിലും മലകളാണ്. കുറച്ചു നേരം ട്രാവൽ ചെയ്തിട്ട് നേരെ ഒരു പെട്രോൾ പമ്പിൽ ആദ്യത്തെ ലഞ്ച് ലൈറ്റ് മാറിറങ്ങിയതിന്റെ ക്ഷീണം ഉണ്ടല്ലോ. അടുത്ത ഹോട്ടലുണ്ടാ ബീഫ് തൂക്കാൻ വെച്ച പോലെ. ആദ്യം കണ്ടൊരു അതിശയം. പിന്നെ ഫുഡ് വന്നപ്പോൾ എല്ലാവരും ഹാപ്പി ആയി. അങ്ങനെ നേരെ ലഞ്ചും കഴിച്ച് എല്ലാവരും വണ്ടി കയറ്റി. ബൈ ദ ബൈ, ഞാനാണ് ഈ ട്രിപ്പിന്റെ ഹോസ്റ്റ്. എല്ലാവരും കയറിയൊന്ന് മേക്ക് ഷുവർ ആക്കിയിട്ട് വീണ്ടും നമ്മളെ യാത്ര തുടങ്ങി. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വീണ്ടും 2 മണിക്കൂർ ട്രാവൽ ചെയ്യാം. പോകുന്നതായിരിക്കും നല്ല കിടലും സൺസെറ്റും കണ്ടു. പങ്കിങ്ങളോട് പറയാനുള്ളത് എവറിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ. ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇന്നത്തെ ഐറ്റിനറി ഫുൾ കൊളായി. പക്ഷേ സീനില്ല, നാളെ നമ്മൾ പൊളിക്കുന്നില്ല മൈൻഡിന് എല്ലാവരും. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടലിലെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഇത്. രസമല്ലേ? ഹോട്ടലിലെത്തിയ അവിടെ ചെക്ക് ഇൻ ചെയ്ത് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മളെ ഡിന്നറും കഴിച്ച് ഇന്നത്തെ ഡേ കഴിഞ്ഞ് ബാക്കി നാളെ എല്ലാവരും ഫോളോ ചെയ്തോളി.